അൺഡിലേജ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര രസവും അതുപോലെ വളരെ ഈസി ഉള്ളൊരു കാര്യമാണ് അല്ലേ. അതുപോലെ തന്നെ ഭയങ്കര റിയലിസ്റ്റിക്കും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തും ഓരോ ലെവൽ ചെയ്യുന്ന സമയത്തും വേറെ വേറെ ഫോറസ്റ്റുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു ഫോറസ്റ്റ് മതി എന്ന് കരുതുക എല്ലാ ലെവലിലേക്കും. അപ്പോൾ നമുക്കൊരു PCG ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അതൊരു PCG ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് അറിയോ? പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ സെറ്റിങ്സില്ലേ ഇതിൽ വരിക, അതിൽ പ്ലഗിൻസ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, അത് ഓൺ ചെയ്തിട്ട് പ്രൊസീജിയറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പ്രൊസീജിയറിൻ്റെ 3 ഓപ്ഷൻ ഉണ്ടാവും. അത് 3 ടിക്ക് ചെയ്തേക്കുക. ഇവിടെ റീസ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റീസ്റ്റാർട്ട് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഫയലിൽ വന്നിട്ട് ഒരു ന്യൂ ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. Command Control ആണ് ഷോർട്ട് കട്ട് കേട്ടോ. അതിൽ ഓപ്പൺ വേൾഡ് സെലക്ട് ചെയ്ത ശേഷം ക്രിയേറ്റ് ബട്ടൺ അടിക്കുക. ഈ ക്രിയേറ്റ് ചെയ്ത ഓപ്പൺ വേൾഡ് ഏതെങ്കിലും കാരണവശാൽ എറർ വന്ന് ഓഫായി പോയാലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഫയലിൽ വരിക, സേവ് കറന്റ് ലെവൽ, Command Control ആണ് ഷോർട്ട് കട്ട്. ഓക്കെ അല്ലേ. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫോൾഡറിൻ്റെ അകത്ത്, യൂട്യൂബ് എന്നുള്ളൊരു ഫോൾഡറിൻ്റെ അകത്ത് ലെവൽ _1 എന്ന് പറഞ്ഞ് സേവ് ചെയ്യാണ്. അപ്പോൾ ലെവൽ സേവ് ആയില്ലേ. ഇനി നമുക്ക് PCG ഗ്രാഫ് ആഡ് ചെയ്യണം. അതിന് കണ്ടന്റ് ബ്രൗസറിൽ തന്നെ വരിക. അതിൻ്റെ അകത്ത് തന്നെ വേണമെങ്കിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ PCG എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അതിൽ PCG ഗ്രാഫ് ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഫോറസ്റ്റ് എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. വേണമെങ്കിൽ PCG _forest എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ. ഇനി ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു പ്ലെയിൻ കിട്ടും. അതിൻ്റെ അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഔട്ട്പുട്ട് അവിടെ മാറ്റി വെക്കാൻ നമുക്ക് അർജൻറ്റായിട്ട് വേണ്ടല്ല. ഇൻപുട്ടിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. എന്ത് ചെയ്യേണ്ട, ഈ ഒരു ആരോ ഓപ്പൺ ചെയ്താൽ ലാൻഡ്സ്കേപ്പ് കേട്ടോ. ഇവിടെ നിന്നൊരു ലൈന് പുറത്തേക്ക് വലിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സർഫേസ് സാമ്പിളർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സെർന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ സർഫേസ് സാമ്പിളർ വരും കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി എന്ത് ചെയ്യുക, നേരെ ഔട്ടിൻ്റെ അകത്ത് ഒരു ലൈൻ വലിക്കുക. എന്നിട്ട് അവിടെ ട്രാൻസ്ഫോം പോയിന്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫോം പോയിന്റ് സെർച്ച് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ്റർ അടിച്ച് അവിടേക്ക് ആഡ് ചെയ്യാം. ഒരു ഔട്ടും കൂടെ എടുത്തിട്ട് ഇനി നമുക്ക് ട്രീന് ആഡ് ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിക് മെഷും കൂടെ ആഡ് ചെയ്യാം. സ്റ്റാറ്റിക് മെഷ് സ്പോണർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക, ഈ സർഫേസിൻ്റെ അകത്ത് വരിക. അപ്പോൾ നമുക്ക് എത്ര പോയിന്റ് ട്രീകൾ വേണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനൊരു 0.005 എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ അല്ലേ. ഇനി ട്രാൻസ്ഫോം പോയിന്റ് അകത്ത് വരിക. ഇവിടെ ആബ്സല്യൂട്ട് റൊട്ടേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ടിക്ക് ചെയ്തിട്ടേക്കുക. എന്നിട്ട് ട്രീ എത്ര റൊട്ടേറ്റ് ചെയ്യണമെന്നാണ് റൊട്ടേഷൻ മിനിമം വരുന്നത്. നമ്മൾ Z ആക്സിസിൻ്റെ അകത്ത് ഒരു 5 കൊടുക്കാം. ഓക്കെ, മാക്സിമം റൊട്ടേഷൻ കൊടുക്കേണ്ട ഒരു 360. അതായത് എല്ലാ മരങ്ങളും പല തരത്തിൽ റൊട്ടേറ്റ് ആയിട്ട് എല്ലാം ഒരേപോലെ നിൽക്കാതെ പല ആംഗിളിൽ റൊട്ടേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ 360 കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ സ്കെയില് മിനിമം ചോദിക്കുന്നുണ്ട്. മിനിമം സ്കെയില് ഒരു 0.6 കൊടുക്കും അല്ലേ. മാക്സിമം സ്കെയില് 1 തന്നെ ആയിക്കോട്ടെ, 1 1.5 നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അതായത് ട്രീയുടെ വലിപ്പമോ ചെറുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാം, ഈ ട്രാൻസ്ഫോം പോയിന്റ് അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഡീബഗ് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ എഡിറ്ററിൻ്റെ അകത്ത് വരിക. നമ്മുടെ കണ്ടന്റ് ഡ്രോവർ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു PCG ഫോറസ്റ്റിനെ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് F എന്നുള്ള ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫോക്കസ് ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഇത്രയും ട്രീകളാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇതിനെ വലുതാക്കണം. R ബട്ടണിലെ പ്രസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ ആ പോയിന്റിൻ്റെ എണ്ണം കൂടും. കണ്ടോ, സർഫേസ് സാമ്പിളറിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തില്ലേ പോയിന്റ് പെർ സ്ക്വയർ മീറ്റർ, അതായത് സ്ക്വയർ മീറ്ററിൻ്റെ അകത്ത് ഇത്രയും എണ്ണം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് വലുതാക്കുന്നതിനനുസരിച്ച് ട്രീകളുടെ എണ്ണം കൂടും. ഈ പോയിന്റുകളൊക്കെ ട്രീകളാണ് കേട്ടോ. ഇനി നമുക്ക് ട്രീൻ ആഡ് ചെയ്യണം അല്ലേ. അതിന് നമ്മൾ സ്റ്റാറ്റിക് മെഷിൽ വരിക. അതിൽ നമുക്ക് ഇവിടെ മെഷ് എൻട്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഒരു മെഷ് എൻട്രീസ്, അവിടെ ഒരു പ്ലസ് ഇടുക. 2 പ്ലസ് 3 ട്രീകൾ ആഡ് ചെയ്യുക അല്ലേ. 3 പ്ലസ് ഇടുക. ഇനി വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കേട്ടോ. അതിൽ ഡിസ്ക്രിപ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്തിട്ട് ഇവിടേക്ക് നമുക്ക് ഉണ്ട് സ്റ്റാറ്റിക് മെഷ് എന്നുള്ള ഈ ഓപ്ഷനിലേക്ക് ട്രീൻ ആഡ് ചെയ്യണം. അതിന് കണ്ടന്റ് ഡ്രോവർ ഓപ്പൺ ചെയ്യാം. നമ്മുടെ അതിൽ നേരത്തെ ഡൗൺലോഡ് വെച്ച ട്രീകൾ ഉണ്ടാവുമല്ലോ അല്ലേ. യൂറോപ്യൻ ഹോൺ ബീം എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട്, നമുക്ക് എപ്പിക്കിൻ്റെ മാർക്കറ്റ് പ്ലേസും ഡൗൺലോഡ് ചെയ്യാം. മാർക്കറ്റ് പ്ലേസും ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അത് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. യൂറോപ്യൻ ഹോൺ ബീം ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ സ്റ്റാറ്റിക് മെഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ട്രീകൾ മൊത്തം നമുക്ക് കാണാം. സ്റ്റാറ്റിക് മെഷ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്, ഇത് ക്ലിക്ക് ചെയ്യുക. ഫിൽറ്ററിൻ്റെ അകത്ത് സ്റ്റാറ്റിക് മെഷ് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഫിൽറ്റർ വരും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ട്രീനെ ഇവിടേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് ക്ലോസ് ചെയ്യാം. അടുത്ത 2 ഓപ്പൺ ചെയ്യാം. വീണ്ടും ഇതേപോലെ തന്നെ കണ്ടർ ഓപ്പൺ ചെയ്യുക. വേറൊരു ട്രീ നമുക്ക് കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ട് ആഡ് ചെയ്യല്ലേ. അതേപോലെ തന്നെയുള്ള അല്ലാതെ വേറെ ട്രീനെ ആഡ് ചെയ്തു. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു ചെറിയ ട്രീനെ ആഡ് ചെയ്യാം. ഈ ട്രീനെ ആഡ് ചെയ്യാം അല്ലേ. 3
അടുത്ത ഇൻഡെക്സ് 2 1 2 3 നല്ലിട്ട് വരുന്നത് 0 1 2 എന്നാണ്. അപ്പോൾ 3 ഉണ്ട്. ഞാൻ അവിടേക്ക് ഞാൻ പറഞ്ഞതായിരുന്നു ഈ ഒരു ട്രീയിലെ ഈ ചെറിയൊരു ട്രീനെയും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 3 ട്രീനെ ആഡ് ചെയ്തു. ഇവിടെ സേവ് കണ്ടോ, ഇതൊന്ന് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എഡിറ്ററിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആ ഓരോ പോയിന്റിലും ഓരോ ട്രീകൾ അപ്പിയർ ആയിട്ടുണ്ടാവും അല്ലേ, കണ്ടോ. ഇവിടെയൊക്കെ ട്രീ ഉണ്ട് കേട്ടോ, അതാ ഈ പോയിന്റിലൊക്കെ ട്രീ ഉണ്ട്. ഇവിടെ ചെറിയ ട്രീ ആണെന്നുള്ളൂ, ട്രീ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫോറസ്റ്റ് ലുക്ക് വന്നില്ലേ. ഇനി നമുക്ക് ഫോറസ്റ്റിൽ ഇതിൻ്റെയൊക്കെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ സർഫേസ് സാമ്പിളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ 0.005 അല്ലേ ഉള്ളത്, അവിടെ 0.5 എന്നാക്കി നോക്കിയേ, അവിടെ നിറച്ചും ട്രീ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു പ്രൊസീജിയറൽ കണ്ടന്റ് ട്രീ ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കട്ടകൾ നന്ന ഡീബഗാണ്, നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എണ്ണമൊക്കെ ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് മാറ്റാം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊസീജിയറൽ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് ഇനി കട്ടകൾ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ നേരെ വരിക, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡീബഗ് ഓഫ് ചെയ്യുക. സിമ്പിൾ അല്ലേ. ഇപ്പം നോക്കിയേ, നമ്മുടെ ഈ 3 മരത്തിന് ഒരേ സെറ്റിങ്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി മാറ്റിയിട്ട് സൈസും റൊട്ടേഷനൊക്കെ മാറ്റി ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, ഈ 2 സംഭവങ്ങളില്ലേ ഇത് രണ്ടും കോപ്പി ചെയ്യുക. അങ്ങനെ കമാൻഡ് സി കൺട്രോൾ സിയിലെ കോപ്പി, എന്നിട്ട് എന്ത് ചെയ്യുക, കമാൻഡ് വി കൺട്രോൾ വി ആണ് പേസ്റ്റ്, അവിടെ പേസ്റ്റ് ചെയ്യുക. ഈ ലാൻഡ്സ്കേപ്പിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ കൊടുക്കുക. ഇവിടുന്ന് ഒരു പുതിയ സ്റ്റാറ്റിക് മെഷ് ആഡ് ചെയ്യുക. ഇവിടേക്ക് നമുക്ക് വേറെ സ്റ്റാറ്റിക് മെഷുകൾ ആഡ് ചെയ്തിട്ട് അതേപോലെ ഈ സർഫേസ് സാമ്പിളറിൻ്റെ എണ്ണം ഇവിടെ മാറ്റുക. റൊട്ടേഷന് ട്രാൻസ്ഫോം പോയിന്റിൽ വന്നിട്ട് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ മാറ്റാം. അപ്പോൾ നമുക്ക് വേറെ ടൈപ്പിൽ ട്രീ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനനുസരിച്ച് അതിനനുസരിച്ച് നല്ല നല്ല മാറ്റങ്ങൾ വരും. അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ പിന്നെ ചെയ്യാം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.